ഫ്രണ്ട്സ്, ഇത് ഷിമാനോയുടെ എക്സീൻ എന്ന് പറയുന്നൊരു ബി സി റീലാണ്. അതും ഡി സി ആണ് കേട്ടോ. അപ്പം ഡി സി റീൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇളക്കാൻ പോകുന്നത്. ഇത് XG7.8 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോയും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഡി സി ആണ്, ഡിജിറ്റൽ കൺട്രോളാണ് ഇതിൻ്റെ സ്പൂളിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ഫസ്റ്റാണ്. അപ്പം നമ്മളിത് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിപ്പം വർക്കിംഗ് അല്ല, ഇത് ഫുള്ള് ജാമാണ്. ഇത് ഹാൻഡിൽ മിസ്സിങ് ആയിരുന്നു. ഹാൻഡിൽ മിസ്സിങ്ങിന് ഹാൻഡിലൊക്കെ ഇത് കണ്ടാകത്തുനിന്ന് ജാമാണ്. ഹാൻഡിലൊക്കെ നമ്മൾ ഓൾട്ടറേറ്റ് ചെയ്തിടണം. ഇതിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിയാക്കി ഇടണം. അപ്പോൾ ഇത് നമുക്ക് സർവീസ് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം ഇളക്കി കാണിച്ചു തരാം. ഇത് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യമേ സ്പൂൾ നമുക്ക് ഇളക്കാം. സ്പൂൾ ഇളക്കാനാണെന്നുണ്ടെങ്കിൽ 3 സ്ക്രൂവേലാണ് സ്പൂൾ നിൽക്കുന്നത്. എല്ലാം നമുക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പെയർ കിട്ടത്തില്ല. അതേപോലെ റീലിന് അറൗണ്ട് 60,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിത് ഇളക്കുന്നത് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് വേണം. ഡ്രാഗ് സ്വിച്ചാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ദൂരണ്ടാണ് ബെയറിങ്ങിനകത്ത് പിടിക്കുന്നൊരു സ്പോട്ടാണ്. നമ്മൾ തിരിച്ച് ഈ റീലിൻ്റെ മെയിൻ സംഭവമാണിത്. ഇതിൻ്റെ ഹൃദയം എന്നൊക്കെ വേണേൽ പറയാം. എൻ്റെ സ്പൂളിൽ ഒരു വാഷറുണ്ട്. ഈ വാഷർ മിസ്സാകരുത്. വാഷറിലൊക്കെ എൻ്റെ വർക്കിംഗ് ഉള്ളതാണ്. ഈ സാൾട്ട് വാട്ടറിൽ കണ്ട് കളിച്ച് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു റീലാണ്. ഇതിനു മുമ്പ് ഇളക്കാൻ ശ്രമിച്ച് കസ്റ്റമർ ഇളക്കാൻ നോക്കി എൻ്റെ എല്ലാം ത്രെഡ് പോയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് പ്രോപ്പറായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറൊന്നും യൂസ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് മെറ്റൽ ബോഡിയാണ് കേട്ടോ. ഫുൾ മെറ്റലിൽ വരുന്നൊരു ഇതാണ്. ഈ സ്ക്രൂ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. രണ്ട് സ്ക്രൂ ആണ് ഇത് കാണിക്കുന്നത് തന്നെ. ഈ സ്ക്രൂ നമുക്ക് അടിച്ച് ഊരണം.
മൊബൈലിന് ലൈറ്റാണ് വീഡിയോ വെച്ചിരിക്കുന്നത്. ഹബ് എടുക്കണമെന്നല്ലോ. ലൈറ്റല്ല, വീഡിയോ എടുക്കുക. വീഡിയോ SUCI. ഇനിയും പിടിച്ചിരുന്നാലേ കൊല്ലി. ഇവിടെ ഒരു ഞാനേ ഇതൊരു ഉടംകൊല്ലി റീലാണ്, സർവീസിങ്ങിലിരിക്കും. അതുകൊണ്ടാ ഞാൻ സംസാരിച്ചു. ഞാൻ ഇത് സൂക്ഷിച്ച് കണ്ട് ഇളക്കിയില്ലേ. ഞാൻ സംസാരിക്കാനോ കുടുംബജീവിതം ഭദ്രമായിട്ട് പോകണം, അത്രേ ഉള്ളൂ. പിള്ളേരൊക്കെ എങ്ങനെ എന്ത് ചെയ്യാതിരിക്കുക. ക്ഷമ ठीक है, ശരി, ഓക്കെ, ठीक है, देखी जाएगी എന്നൊക്കെ പറയുക. ठीक हो जाएगा. ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലേ? ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലേ? ജോലി ചെയ്യാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ്, അങ്ങനെ ജീവിതത്തിനോടുള്ള ഇൻട്രസ്റ്റ് വരട്ടെ. അല്ല, ഈ ജോലി ചെയ്യുമ്പോൾ കുറേ ഇതങ്ങ് മാറും. കാരണം ചുമ്മാതിരിക്കുമ്പോഴാണ് ഈ മട്ട് കയറുന്നത്. ഇപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ കമ്പനികളെല്ലാം ഇതായി വർക്ക് ലോഡ് കൊടുക്കുക, അവരെ സെലക്ട് ചെയ്യുക, മാക്സിമം അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. സിസ്റ്റമൊക്കെ ഭയങ്കര ടഫ്.
ജാം 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 ജാം. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് ഇവിടെ? ഞാൻ 11 കിട്ടും. 11 കിട്ടും. 27 ലക്ഷം കഴിഞ്ഞ് പോകും. ഇലക്ഷൻ കഴിഞ്ഞാൽ മതി. ഇലക്ഷന് വേണ്ടി ഒന്നുമില്ലേ? എല്ലാം കൊടുക്കണം. കൊടുക്കുന്നില്ല ഇട്ടിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഓ എല്ലാം അടിച്ചാൽ തുണി ഊട്ടിട്ട മനുഷ്യന് ചെറിയ ചുറ്റിയൊക്കെ എടുക്കണേ. കടയിലിരിക്കുക, കടയിലിരിക്കുകയാണ്. കടയിൽ വേരുള്ളായിരിക്കാൻ ചൂട്. ചുമ്മാ കടയിൽ ഒരാളെ കാണാൻ. ഹലോ, നീ അറിയോ? നീ അറിയത്തില്ല. പിന്നെന്ത് എന്തുവാ? ഹലോ, ഇത് ചൂണ്ടയൊക്കെ വെക്കുന്നത് മാറ്റി വെക്കാനോ? നമ്മുടെ സ്റ്റിക്ക് നാളെ എഞ്ചിനിന്റെ പേരൊന്നും അറിയത്തില്ല. കല്യാണം കഴിച്ചവൻ എടപ്പോൺ എടപ്പോൺ ചൂണ്ടയ്ക്കാണ് വന്നത്. ഇവിടെ മനുഷ്യനെ കാണാൻ പോകണ്ടേ? എന്തുവഴി അത് കഴിഞ്ഞിട്ട് മാവലിക്കര പോവും. നിന്റെ ഉണ്ണുണ്ണിയുടെ അടുത്ത്. ഉണ്ണുണ്ണിയാണ് പുള്ളിയുടെ പേരെന്താ? നിന്റെ ജോണി മാപ്പിള അടുത്ത്. ഇല്ല, നീ കൂടി മാക്കുത്തി പോ. ചേട്ടാ ഞാൻ ജെസ്സിയോ? അവിടെ പോകും. വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് പുതുമണവാളനെ ഒന്ന് കാണാൻ വന്ന എവൻ ഞാൻ കല്യാണം കഴിച്ചിട്ടൊക്കെ ഞാൻ ഇരിക്കുകയില്ലേ? ശരത് ചന്ദ്ര. നീ അറിയത്തില്ല, പിന്നെ കാണാൻ വർത്തനം പറയാൻ വരെയൊക്കെ അവിടെ ഇരിക്കുക. ശരി എന്നാ. ഒരു കാര്യം അറിയത്തില്ല, കാണാൻ വർത്തനം പറഞ്ഞിട്ടിരിക്കും. പെണ്ണുങ്ങളുടെ സ്വഭാവം ആരെ അറിയത്തില്ല, എന്നാ അറിയാമോ? അവിടെ തോളിയൊക്കെ ഉണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കൂരി കയറി അങ്ങ് പിടിക്കുക. ഐഡിയ പറഞ്ഞുതരാം. ഓപ്പപ്പേൽ തന്നെ ഐഡിയ ഇടാൻ വേറെ ഐഡിയ ഉണ്ട്. ഇവിടെ തീറ്റി എടുക്കുന്നുണ്ടല്ലോ. തീറ്റി എടുക്കുന്നുണ്ടല്ലോ. തീറ്റി എടുക്കുന്നു. നല്ല മുഴുത്ത തോളിയാണ് കിട്ടുന്നത്. ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ കൂരിയുടെ ആറാട്ട. ഡപ്പയ്ക്കകത്തിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കയ്പും കൂരിയും കിട്ടും. നമുക്ക് പിന്നെ വേണ്ടാത്തതുകൊണ്ട് നമ്മളതിന് മെനക്കെടാറില്ല.
അഴിച്ച് എല്ലാം അഴിച്ച് പറിച്ച് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം.